അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയ സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയ കളക്ടറുടെ നടപടി ശരിയാണ്. ദൈവത്തിന്റെ പേര് വെച്ച് വോട്ട് തേടുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ടിക്കാറാം മീണ പറഞ്ഞു. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, അതായത് പ്രഥമ ദൃഷ്ട്യാ തന്നെ സുരേഷ് ഗോപി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന വിലയിരുത്തലിലാണോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എത്തിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ഓരോ നടപടിയും ശരിയാണ്, കളക്ടറുടെ നടപടിയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നുമാണോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയത്? തീർച്ചയായും മനു, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പൂർണ്ണമായ പിന്തുണയാണ് തൃശൂർ ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. ശബരിമല അയ്യപ്പന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് വോട്ട് തേടിയ സുരേഷ് ഗോപിയുടെ നടപടി പ്രാഥമികമായി തന്നെ ചട്ടലംഘനമാണ് എന്നാണ് ടിക്കാറാം മീണ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളക്ടറുടെ നടപടി പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായ സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വോട്ടിന് വേണ്ടി ദൈവത്തെ വലിച്ചിഴക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. വളരെ നിഷ്പക്ഷമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർ സ്വയം വിലയിരുത്തണമെന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കാരണം മാതൃകാ പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, അത് കോടതികളുമല്ല ഇത്തരം ഒരു മാതൃകാ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അഭിപ്രായ സമന്വയത്തിലൂടെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വമായി നടത്തിയ അഭിപ്രായ സമന്വയത്തിൽ കൂടി മാത്രമാണ് ഇത്തരത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അവർ തന്നെ ലംഘിക്കുന്നത് ജനാധിപത്യത്തെ മോശമാക്കുന്നതിന് തുല്യമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാക്കുകളിൽ നിന്നും സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട് മനു. ലെസ്ലി, അതായത് ഈ നോട്ടീസ് നൽകിയതിനു ശേഷവും കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള നോട്ടീസ് കിട്ടിയതിനു ശേഷവും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നത് ഇഷ്ടദൈവത്തിന്റെ പേര് വിളിക്കാൻ അവകാശമില്ലേ, ഇതെന്തൊരു രാജ്യമാണ് എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു. അതായത് ആ പ്രതികരണം പോലും കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അതും വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ് അത്തരത്തിലുള്ള സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്ന പരാമർശങ്ങൾ വരുന്നത് എന്നാണോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയത്? മനു ചോദിച്ച ഈ ചോദ്യം നമ്മൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. കാരണം ജില്ലാ കളക്ടർ കൂടിയായ വരണാധികാരി നൽകിയ നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷമാണ് സുരേഷ് ഗോപി വീണ്ടും അയ്യപ്പന്റെ നാമം ഉച്ചരിക്കാൻ കഴിയാത്തത് വലിയ കഷ്ടമാണ് എന്നുള്ള തരത്തിൽ പ്രതികരണം ഉണ്ടായത്. ജാതി വികാരം ഇളക്കിവിടാനുള്ള മതവികാരം ഇളക്കിവിടാനുള്ള ഒരു വാക്കായാണ് കമ്മീഷൻ ഇതിനെ കാണുന്നത് എന്നുള്ളത് ഗൗരവമായി തന്നെ ആണ് കമ്മീഷൻ വിലയിരുത്തിയിട്ടുള്ളത്. അതായത് നോട്ടീസ് കൈപ്പറ്റിയ ശേഷം വീണ്ടും ശബരിമല അയ്യപ്പനും ആയി ബന്ധപ്പെട്ട് മതവികാരം ഇളക്കാൻ സുരേഷ് ഗോപി ശ്രമം നടത്തി എന്നാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. ഇതനുസരിച്ചുകൊണ്ട് തന്നെയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി അവർ പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും രണ്ടാമതും കമ്മീഷനെയും മതവികാരം ഇളക്കാൻ ശ്രമിച്ച വിഷയത്തിലും കടുത്ത നടപടിയാകും NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വരിക. ശരി, ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നു. ജില്ലാ കളക്ടറുടെ നോട്ടീസിന് വരണാധികാരി കൂടിയായ തൃശൂർ ജില്ലാ കളക്ടറുടെ നോട്ടീസിന് സുരേഷ് ഗോപിക്ക് മറുപടി നൽകാം. കളക്ടർ ചെയ്തത് കൃത്യമായ നടപടിയാണ്, കളക്ടറുടെ ജോലിയാണ്, അതിനെ ചോദ്യം ചെയ്യുന്നത് കുറ്റകരമാണ്. മാത്രമല്ല, ഈ നോട്ടീസ് നൽകിയതിനു ശേഷവും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് വന്നത്, അതും കുറ്റകരമാണ്. അങ്ങനെ വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ എത്തി നിൽക്കുന്നത്. കോഴയിലെ കുരുക്ക് അഴിക്കാനാകാതെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കോഴിക്കോട് ACP MK രാഘവന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ആരോപണത്തിന് പിന്നിൽ CPIM ആണെന്ന കോൺഗ്രസ് പ്രചരണത്തിനെതിരെ പാർട്ടി ജില്ലാ നേതൃത്വം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. പോലീസും ഇലക്ഷൻ കമ്മീഷനും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങിയതോടെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസും UDF.
മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ ബന്ധുക്കളുടെ വീടുകളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. ഇൻഡോറും ഗോവയും ഉൾപ്പെടെ 50 ഇടങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. പരിശോധന മുഖ്യമന്ത്രിയുടെ അനന്തരവൻ റതുൽപുരി അടക്കമുള്ളവരുടെ വസതികളിൽ പുലർച്ചെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, ഇപ്പോൾ ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ അനന്തരവന്റെ അടക്കം വസതികളിൽ റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്? പ്രധാനപ്പെട്ട എന്ത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വരവ്? മനു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹവാല പണം മധ്യപ്രദേശിൽ ഇറക്കിയെന്ന സൂചനയെ തുടർന്നാണ് റെയ്ഡ് നടത്തുന്നതെന്നാണ് IT വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം അവർ റെയ്ഡ് കഴിഞ്ഞതിനു ശേഷം നൽകും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ സഹായികളുടെയും ബന്ധുക്കളുടെയും വസതിയിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ ഒരേ സമയം എത്തിയത്. ഏകദേശം ഡൽഹിയിലടക്കം 50 സ്ഥലങ്ങളിലായി നടക്കുന്ന റെയ്ഡിൽ 300-ലേറെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. കമൽനാഥിന്റെ അനന്തരവൻ റത്തൂൽപുരിയുടെ വസതി, വ്യവസായ സ്ഥാപനങ്ങളായ മോസബെയർ, അമീറ ഗ്രൂപ്പ് എന്നിവയുടെ ഓഫീസുകളും കമൽനാഥിന്റെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ പ്രവീൺ കക്കറിന്റെ ഭോപ്പാലിലെ വസതിയും അദ്ദേഹത്തിന്റെ തന്നെ ഇൻഡോറിലെ ഓഫീസുമാണ് പ്രധാനമായും റെയ്ഡ് നടക്കുന്നത്. മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറി രാജേന്ദ്രകുമാർ മിഗ്ലാനിയുടെ ദില്ലി ഗ്രീൻ പാർക്കിലെ വസതിയിലും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. ഛത്തീസ്ഗഡ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇതുവരെ 9 കോടി രൂപ പിടിച്ചെടുത്തു എന്നാണ് ലഭ്യമായ വിവരം. അതാകട്ടെ കമൽനാഥിന്റെ സഹായി പ്രതീക് ജോഷിയുടെ വസതിയിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു നീക്കം BJP നടത്തിയിരിക്കുന്നതെന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ കമൽനാഥിന്റെ തന്നെ ബന്ധു റത്തൂൽപുരി നേരത്തെയും അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലൊക്കെ ആരോപണ വിധേയൻ കൂടിയാണ്. മനു, ശരി. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ അനന്തരവന്റെ വസതിയിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഒഴുക്കുന്നു എന്ന സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് റെയ്ഡെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. കോഴിക്കോട് എം പി രാഘവൻ കുരുക്കിലേക്ക് നീങ്ങുകയാണ്. കോഴയിലെ കുരുക്ക് അഴിക്കാനാകാതെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ MK രാഘവന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ MK രാഘവൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. PV കുട്ടൻ ചേരുന്ന വിവരങ്ങളുമായി. കുട്ടൻ, അതായത് ഏത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കോട്ടെ എന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞത്. എന്തിനും തയ്യാറാണ്, ഇത് ഉയർന്നിരിക്കുന്നത് വ്യാജ ആരോപണമാണ് എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ അതിനോട് സഹകരിക്കാത്ത നിലപാടിലാണോ MK രാഘവനും കോൺഗ്രസ് നേതൃത്വവും ഉള്ളത്? മനു, അന്വേഷണത്തിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളിൽ നിന്നും പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ MK രാഘവൻ സ്വീകരിക്കുന്നതെന്നാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. അദ്ദേഹം നൽകിയ പരാതിയുണ്ട്, അദ്ദേഹത്തിനെതിരെ നൽകിയ പരാതിയുണ്ട്. 2 പരാതിയും DGPയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ACP വാഹിദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മൊഴി നൽകാൻ വേണ്ടി 2 തവണ വാക്കാൽ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. എന്നാൽ അത് അദ്ദേഹം സ്വീകരിച്ചില്ല. അതിനുശേഷം ഇന്നലെയാണ് നിയമപരമായി നോട്ടീസ് അദ്ദേഹത്തിന് നൽകിയത്. എന്നാൽ ഇതുവരെയും അദ്ദേഹം ഈ മൊഴി നൽകാൻ വേണ്ടി ഹാജരായിട്ടില്ല. ഇന്നലെ രാത്രി നൽകാമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. ഇന്ന് രാവിലെ 8 മണി സമയം പറഞ്ഞു, അതും നടന്നില്ല. ഇന്ന് 11 മണിയാണ് പിന്നീട് പറഞ്ഞ സമയം. എന്നാൽ അപ്പോഴും അദ്ദേഹം മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളുടെ തിരക്കാണ് എന്നുള്ളൊരു കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കാത്ത നിലപാടിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഏതായാലും ഇന്ന് മുഴുവൻ പോലീസ് ഇദ്ദേഹത്തിന്റെ മൊഴി എടുക്കുന്ന ശ്രമങ്ങളിൽ തന്നെയാണ് ഉള്ളത്. മനു, കൂട്ടൻ, അതായത് ഇനിയിപ്പോൾ ഈ അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിൽ തുടർ നിയമ നടപടികൾ എങ്ങനെയായിരിക്കും? കാരണം മൊഴിയെടുക്കാൻ MK രാഘവൻ തെരഞ്ഞെടുപ്പ് തിരക്കുകളുടെയൊക്കെ പേര് പറഞ്ഞ് എത്താതിരിക്കുകയാണെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് എങ്ങനെയായിരിക്കും നിയമ നടപടികൾ മുന്നോട്ട് പോവുക? മനു, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ആലോചിച്ചിട്ട് അതിന്റെ ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അവർ ഇപ്പോഴും MK രാഘവൻ മൊഴി നൽകാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുറത്തുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ചില ആശങ്കകളുണ്ട്. കാരണം ഇന്നലെ മുതൽ തന്നെ വിവിധ സമയങ്ങൾ പറയുന്നു MK രാഘവന് ഉചിതമായ സമയം, അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയാണ്, അതിന്റെ ഒരു പരിഗണന കൂടി അദ്ദേഹത്തിന് അന്വേഷണ സംഘം നൽകുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളുണ്ട്, അതിന്റെ തിരക്കുണ്ട്. എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞ 3 സമയങ്ങളും മാറ്റി മറിയുന്ന ഒരു സാഹചര്യം, 3 സമയത്തും ഹാജരാകാത്ത ഒരു സാഹചര്യം, ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം ഉളവാക്കുന്നതും അവരെ കുഴക്കുന്നതും. കാരണം
പ്രാഥമികമായി അദ്ദേഹത്തിന് മൊഴി ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ അന്വേഷണത്തിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ മൊഴി എടുക്കുക എന്ന് പറയുന്ന സാങ്കേതികപരമായ കാര്യങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. CD ഈ ഒളിക്യാമറ ദൃശ്യങ്ങളുടെ CD പരിശോധിക്കുക, അതിന്റെ സാങ്കേതിക ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. മനു, ശരി. MK രാഘവൻ അന്വേഷണത്തോട് സഹകരിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. മൊഴിയെടുക്കാൻ എത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന് തയ്യാറാകാത്തൊരു സാഹചര്യം, അതിലൊരു വ്യക്തമായ മറുപടി MK രാഘവൻ നൽകുന്നില്ല. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം മറ്റ് നിയമ നടപടികൾ, രാഘവൻ മൊഴി നൽകാൻ എത്തിയില്ലെങ്കിൽ മറ്റ് തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അവർ വ്യക്തത വരുത്തും. താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി. അയ്യന്റെ അർത്ഥം അവർ പരിശോധിക്കട്ടെ എന്നും ഇതിന് ജനം മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം തൃശൂർ കളക്ടർ മുഖ്യമന്ത്രിയുടെ ദാസ്യപ്പണി ചെയ്യുകയാണെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണനും പറഞ്ഞു. ഒന്നും പറയാനില്ല, അതൊക്കെ പാർട്ടി നോക്കിക്കോളും. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അതവിടെ ബോധ്യപ്പെടുത്തും. ആ നോട്ടീസിന് മറുപടി കൊടുക്കുക. എൻ്റെ അയ്യൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പരിശോധിച്ചോളും. പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ല. അത് നോട്ടീസിനുള്ള മറുപടിയാണ്. ഒഫീഷ്യലായിട്ട് നോട്ടീസിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അതും പാർട്ടി പരിശോധിക്കും. എന്ത് ജനാധിപത്യമാണിത്? ജനങ്ങൾ ഇതിനും കൈകാര്യം ചെയ്യും. അഭിറാം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിറാം, ഇന്നലെ കളക്ടറുടെ നോട്ടീസ് കിട്ടിയിരുന്നു സുരേഷ് ഗോപിക്ക് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതിന്. എന്നാൽ ആ നോട്ടീസ് കിട്ടിയതിനു ശേഷവും ഇന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് താൻ നടത്തിയ പരാമർശങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് ഉണ്ടായിരിക്കുന്നത്. മനു, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജാതി അല്ലെങ്കിൽ മതം പ്രചരിപ്പിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമം സുരേഷ് ഗോപി ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അദ്ദേഹം ജില്ലയിലെത്തി എല്ലാ പരിപാടികളിലും അദ്ദേഹം വ്യക്തമായി തന്നെ ജാതീയമായിട്ടുള്ള ഒരു വോട്ട് പിടുത്തമാണ് നടത്തിയത്. അത് ഒരു പടി കൂടി കടന്ന് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ, തൃശ്ശൂർ നടന്ന കൺവെൻഷനിൽ അദ്ദേഹം സംസാരിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ കളക്ടർ, തെരഞ്ഞെടുപ്പ് അധികാരി കൂടിയായ ജില്ലാ കളക്ടർ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചത്. എന്ത് തരത്തിലാണ് ഇത്ര ഒരു പ്രസ്താവന നടത്തിയതെന്നും അതിനെ സംബന്ധിച്ച് 48 മണിക്കൂറിനുള്ളിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത് നൽകിയത്. അതിനെ സംബന്ധിച്ച് രാവിലെ സുരേഷ് ഗോപി പറഞ്ഞത് താൻ ഒരു തരത്തിലും ചട്ടലംഘനം നടത്തിയിട്ടില്ല. അയ്യൻ എന്ന വാക്കിന്റെ അർത്ഥം കളക്ടർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ഇത് കൂടാതെ തന്നെ ഇത്തരത്തിൽ താൻ ഇനിയും പറയുമെന്നും അത് ഈ കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോകുന്നത് എന്ത് ജനാധിപത്യമാണെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഇതിനുശേഷമാണ് BJPയുടെ സംസ്ഥാന നേതാവ് B. ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് കളക്ടറെ രൂക്ഷമായി തന്നെ അദ്ദേഹം വിമർശിക്കുകയായിരുന്നു. കളക്ടർ മുഖ്യമന്ത്രിയുടെ ദാസിയാവാനുള്ള ശ്രമമാണെന്നും അദ്ദേഹത്തിന് വേണ്ടി ദാസ്യപ്പണി ചെയ്യുകയാണെന്നും ഈ ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. ഇത് കൂടാതെ തന്നെ കളക്ടർക്ക് മലയാളമോ തമിഴോ അറിയില്ല എന്നതിന് ഉദാഹരണമാണ് ഈ ഒരു നിലപാടെന്നും പറയുകയുണ്ടായി. ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കളക്ടറുടെ നടപടി ശുദ്ധ അസംബന്ധമാണെന്നും ഈ പെരുമാറ്റച്ചട്ടം കളക്ടർ പഠിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കൂടാതെ തന്നെ കളക്ടർ പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇത്തരം നിലപാടുകൾ എടുക്കുന്നതെന്നും അദ്ദേഹം വിമർശനമായി പറയുകയുണ്ടായി. ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ശബരിമല വിഷയം BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണെന്നും അത് വീണ്ടും സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നും ആവർത്തിച്ച് പറയുകയായിരുന്നു ഗോപാലകൃഷ്ണൻ. എന്തായാലും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള വികസനമോ മറ്റ് സാമൂഹിക പ്രശ്നങ്ങളോ ഒന്നും പറയാൻ കഴിയാതെ തീർത്തും മതപരമായ ഒരു പ്രസംഗങ്ങളിലൂടെയും മതപരമായ ഒരു വിഭജനത്തിലൂടെയും വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് BJP നടത്തി വരുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള നോട്ടീസിലാണ് ഈ നോട്ടീസ് അയച്ച കളക്ടർക്കെതിരെ അടക്കം വ്യക്തിപരമായ പരാമർശങ്ങളുമായി BJPയുടെ പ്രമുഖ നേതാവ് രംഗത്തെത്തി. എന്തായാലും ഈ നിലപാടിനെ പൊതുസമൂഹം എങ്ങനെ കാണുമെന്നത് ശ്രദ്ധേയമാണ്. തൃശ്ശൂരിലെ വോട്ടർമാർ ഇത്തരം വർഗീയ പ്രചരണങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്നതും നമുക്ക് നോക്കി കാണേണ്ടി വരും. RSPക്ക് ഇരട്ട മുഖമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബംഗാളിൽ RSP ഇടതുപക്ഷത്തിന് ഒപ്പമാണ്, കേരളത്തിൽ ഇടതിന് എതിരാണ്. ഇരട്ട നിലപാടിൽ വിശദീകരണം നൽകേണ്ടത് RSPയാണ്. RSPയുടെ ഇരട്ട മുഖമാണ് പുറത്തു വന്നതെന്നും UDF-നെതിരെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രചരണമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. RSP, everybody knows, has got one stand in Kerala, where it is with the UDF. They betrayed the LDF and went to the UDF. And in Bengal, they are with the left front. So there they are with the left, here they are against the left. Now this is the dichotomy that they have to explain. And since they are part of the UDF, my attack was concentrated on the UDF. But as far as the RSP is concerned, they double rule, one in Bengal and one in Kerala. That is very, very clearly exposed.
അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി മരണപ്പെട്ട 7 വയസ്സുകാരന്റെ മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു തൊടുപുഴയ്ക്കടുത്ത ഉടുമ്പന്നൂരിൽ സംസ്കാരം നടന്നത്. നീറിക്കഴിഞ്ഞ 10 നാളുകൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങിയ 7 വയസ്സുകാരന് നാടിന്റെ അന്ത്യാഞ്ജലി. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഇൻക്വസ്റ്റിനും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ശനിയാഴ്ച രാത്രി 8:40 അമ്മയുടെ വീടായ ഉടുമ്പന്നൂർ മഞ്ചിക്കലിലെത്തിച്ചത്. തുടർന്ന് അല്പസമയം പൊതുദർശനം. അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല നാട്ടുകാർക്ക്. യഥാർത്ഥത്തിൽ ഉടുമ്പന്നൂർ ഗ്രാമത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊരിടത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു മനുഷ്യന് എത്രമാത്രം ക്രൂരമാകാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ സംഭവം നിന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ നാടാകെ ആ കുട്ടിയുടെ ദുരിതത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ ഇളയ കുട്ടിയെ കൂടി ഉപദ്രവിച്ചായിട്ട് വാർത്ത പുറത്തു വരുന്നുണ്ട്. കർശനമായ നിയമ നടപടികൾ അതിന്റെ ഭാഗത്തുണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് തലക്കേറ്റ ഗുരുതര പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പ്രതി അരുണാനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇയാൾ മുട്ടം സബ് ജയിലിൽ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ സഹോദരൻ 3.5 വയസ്സുകാരനെ വിട്ടുകിട്ടണമെന്ന് പിതാവിന്റെ അച്ഛൻ. ആവശ്യം ചൂണ്ടിക്കാട്ടി ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് മുത്തച്ഛൻ കത്ത് നൽകി. അമ്മയുടെ കൂടെ വളരുന്നത് കുട്ടിയുടെ ഭാവി നശിപ്പിക്കുമെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ ശിശുക്ഷേമ സമിതി വിശദീകരണം തേടി. തിരുവനന്തപുരം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ വിശദീകരണം ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് ഇടുക്കി CWC ചെയർമാൻ പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു. കുട്ടി ഇപ്പോൾ അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ തൊടുപുഴയിലാണ്. അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ 7 വയസ്സുകാരൻ ഇന്നലെയാണ് മരണപ്പെട്ടത്. MK രാഘവനെതിരായ കോഴ ആരോപണം മുഖവിലക്കെടുക്കുന്നില്ലെന്ന് മുല്ലപ്പള്ളി. സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ മാധ്യമത്തിന്റേത് അപക്വമായ നടപടി. കേസ് CBI അന്വേഷിക്കട്ടെ എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, എന്താണ് മുല്ലപ്പള്ളി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? മനു, ഇന്ന് മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് കോഴിക്കോട് വെച്ചാണ് പ്രതികരണം നടത്തിയത്. ഇത് അപക്വമായ ഒരു നടപടിയാണ്. ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അപക്വമായ നടപടിയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തുവിട്ടു എന്നുള്ളത്. ഡൽഹി കേന്ദ്രീകരിച്ച് ഇത്തരം വാർത്തകൾ പലതും സാധാരണയായി നടക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്നും താൻ കൂടുതലായി വിശദീകരിക്കാൻ പോകുന്നില്ല എന്നും, എന്നാൽ MK രാഘവനെ വ്യക്തിപരമായി തനിക്ക് ഭയങ്കര നല്ല വിശ്വാസമാണ്. അതേസമയം തന്നെ അദ്ദേഹം അങ്ങനെയൊന്ന് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതേസമയം CBI അന്വേഷിക്കട്ടെ, അന്വേഷണത്തിന് തയ്യാറാണ് എന്നുള്ള വിധത്തിലാണ് KPCC പ്രസിഡന്റ് ഇന്ന് പ്രതികരിച്ചത്. എന്തായാലും പാർട്ടി ഇത് മുഖവിലക്കെടുക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിനും പാർട്ടി തലത്തിൽ മറ്റൊരു തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് കോഴിക്കോട് പ്രതികരിച്ചത്. ശരി, ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. MK രാഘവനെതിരായ ആരോപണങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. ചാനലിന്റേത് അപക്വമായ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്. ഇടതു സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തീരദേശ ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ തീരദേശ സംഗമം സംഘടിപ്പിച്ചു. വൈപ്പിനിൽ നടന്ന സംഗമത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തീരദേശ സംഗമം ഉദ്ഘാടനം ചെയ്തു. തീരദേശ മേഖലയ്ക്കായി ഇടത് സർക്കാർ 2000 കോടി രൂപയാണ് അനുവദിച്ചതെന്ന് കോടിയേരി പറഞ്ഞു. 2021 മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീട് നിർമ്മിച്ചു നൽകും. ഭവനരഹിതരില്ലാത്ത തീരദേശമാണ് ഇടതു സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ചർച്ചയാക്കാതിരിക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ചർച്ചയാക്കുന്നത്. വസ്തുതകളുമായി ബന്ധമില്ലാത്ത ഈ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കും മുൻപ് പരസ്യപ്പെടുത്തിയത് ദുരൂഹമാണെന്നും കോടിയേരി പറഞ്ഞു. വസ്തുതകളുമായി യാതൊരു ബന്ധവും ഈ റിപ്പോർട്ടിനില്ല. ആ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ഗവൺമെന്റിന്റെ അഭിപ്രായം ഹൈക്കോടതിയിലാണ് പറയുക. എന്നിട്ട് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് അന്തിമമായി പറയുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ തീരുമാനമാണെന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ട് ചർച്ചാവിഷയമാക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ്. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി P. രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വൈപ്പിനിൽ സംഘടിപ്പിച്ച തീരദേശ സംഗമത്തിൽ S. ശർമ്മ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, MLA മാർ, മറ്റ് LDF നേതാക്കൾ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്പോർട്സ് വാർത്തകൾ. ഹാപ്പി സ്പോർട്സ് ന്യൂസ് ബ്രോട്ട് യു